ബി.ജെ.പി. കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ദേശീയ പതാക കൂട്ടിയിട്ട നിലയിലുള്ള ദൃശ്യങ്ങൾ പുറത്ത്. ദേശീയ പതാകയുടെ അനാദരവ് കാണിച്ചെന്നാണ് ഉയരുന്ന ആരോപണം. അതേസമയം ദേശീയ പതാകയുടെ ഗൗരവം അറിയാത്തവരല്ല ബി.ജെ.പി. പ്രവർത്തകരെന്നും ബി.ജെ.പിയെ അപമാനിക്കാൻ ആരോ ബോധപൂർവം നടത്തിയ ശ്രമമാണിതെന്നും ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനി പറഞ്ഞു. അല്ല, അത് ആക്ച്വലി നമ്മൾ ഈ മണ്ഡലത്തിന്റെ ഫ്ലാഗുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓഫീസ് ഹെൽപ്പ് ഡെസ്കിന് ഇൻചാർജ് ആയിട്ട് വിഘ്നേഷിനോട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ഷിഫ്റ്റ് ആക്കുമ്പോ അത് അവരും ടേബിളിൽ വെച്ചിട്ടുണ്ടായത്. അവിടെ തന്നെ ടേബിൾ ഉണ്ട്. അപ്പൊ ഇന്നലെ അല്ല മിനിയാൻ രാത്രി നമ്മുടെ ഓഫീസിലേക്ക് ആരോ വന്നിട്ടുണ്ട്, നമുക്കറിയാണ്ട്. അപ്പൊ ഇതാരോ വേണമെന്ന് പറഞ്ഞിട്ടായിട്ട് ആക്കിയിട്ടുണ്ടാവും എന്നാണ് നമുക്കിപ്പോ അറിയാൻ പറ്റിട്ടുള്ളത്. പക്ഷെ എന്താണ് യഥാർത്ഥം ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ പറയാം. പിന്നെ ഇത് ആരോ വേണമെന്ന് പറഞ്ഞിട്ട് ജില്ലാ ഘടകത്തിന് ഒരു പേര് ദോഷാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നിട്ടുണ്ടാവും. രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി ചേരുകയാണ്. രതീഷ്, എന്തായാലും ഈ ദേശീയ പതാകയെ അപമാനിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നേക്കുന്നത്. അതിനെ ന്യായീകരിക്കുകയാണ് ഇപ്പോൾ എം.എൽ. അശ്വിനി അടക്കമുള്ള ആളുകൾ ചെയ്യുന്നത്. അവരുടെ വാദം എന്താണ്? തീർച്ചയായും സ്വാതി, ഇത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ദേശീയ പതാകയെ അപമാനിക്കുന്ന തരത്തിലാണ് അവിടെ നിലത്ത് വീണ് കിടക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം തിരങ്ക യാത്ര ഉൾപ്പെടെ ഇവിടെ സംഘടിപ്പിച്ചിരുന്നു കുമ്പളയിൽ. അപ്പോൾ അതിൻ്റെ കൂടെ ഭാഗമായി ഇത്തരത്തിൽ സംഭരിച്ച അല്ലെങ്കിൽ ശേഖരിച്ചു വെച്ച ദേശീയ പതാകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഓഫീസിലെ ദൃശ്യങ്ങൾ തന്നെയാണെന്ന് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് അത് ബോധപൂർവം ബി.ജെ.പി. ജില്ലാ ഘടകത്തെയൊക്കെ അപമാനിക്കുന്ന തരത്തിലാണ് ആരോ ബോധപൂർവം ചെയ്തത് ാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ഗൗരവത്തോടെ തന്നെ കാണേണ്ട കാര്യമാണ്. കാരണം സാധാരണക്കാരാരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്താൽ വലിയ തരത്തിലുള്ള ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ്. മാത്രവുമല്ല, ഇവർ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളാണ്. അതിൻ്റെ ഗൗരവം ഏറെ, ദേശീയ പതാകയുടെ ഗൗരവം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ആളുകളാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ. എന്നിട്ട് അത്തരം ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിൽ ഇത്തരത്തിൽ അപമാനിക്കുന്ന തരത്തിൽ പതാക കണ്ടു എന്നതാണ് ഏറ്റവും വലിയ ആരോപണം ശക്തമാക്കുന്നത്. മാത്രമല്ല, ദേശീയ ഈ ബഹുമതികളോട് ഉള്ള അപമാനിക്കൽ തടയൽ നിയമം അനുസരിച്ച് 3 വർഷം വരെ തടവും അതേപോലെ പിഴയും കൊടുക്കാവുന്ന, ശിക്ഷ ലഭിക്കാവുന്ന ഗൗരവമുള്ള കുറ്റം കൂടിയാണിത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇത് തങ്ങൾക്കെതിരെ തങ്ങളുടെ ജില്ലാ ഘടകത്തെ മോശപ്പെടുത്താനുള്ള ഒരു ശ്രമമായിട്ടാണ് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഇതിനെ വിശദീകരിക്കുന്നത്. എന്തായാലും മറ്റു നടപടികൾ എന്താണെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും ദൃശ്യങ്ങളിൽ ഇത്തരത്തിൽ അപമാനിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ പതാകകളുടെ നിലത്ത് വീണ് കിടക്കുന്ന സ്ഥിതി എന്ന് പറയാതെ വയ്യ. എന്തായാലും ബി.ജെ.പി. ഇതിനെ ചില ഗൂഢലക്ഷ്യങ്ങളുടെ ഭാഗമായി ആരോ ബോധപൂർവം ദൃശ്യങ്ങളെടുത്ത് പ്രദർശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. സ്വാതി. ഓക്കെ രതീഷ്.